സർ, സംഭവം അമാവാസി രാത്രിയാണ്. കരിങ്കട്ടി ഇരുട്ടിൽ കാട്ടിക്കുളത്ത് ഇതൊക്കെ കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ സ്ഥലം നല്ല പരിചയമുള്ള ആളായിരിക്കണം. സർ, അലക്സാണ്ടർ സാറിന് ഇവിടെ അടുത്ത് എവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അത്രേ. സർ, ഇവിടുന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ അജയ് ഘോഷിന്റെ ഹോസ്പിറ്റലിലേക്ക്. Anyway, you take care of the materials recovered from the pond. Sir. Go ahead. Sir. Sudarshan. Sir. Suspects 4 to 14 പോളിഗ്രാഫിന് വിധേയരാക്കുന്നു. നമ്മൾ അവരെ കൊണ്ടുപോകുന്നു ചെന്നൈയിലേക്ക്. സർ, വാട്ട് അബൌട്ട് ഡോക്ടേഴ്സ്? അവർക്ക് നാർക്കോ അനാലിസിസ്. സർ, ചെന്നൈയിലേക്കുള്ള ടിക്കറ്റുകൾ സൗപർണിക എക്സ്പ്രസിലെ അതേ ഫസ്റ്റ് AC കോച്ചിൽ ബുക്ക് ചെയ്യാം. സർ, പഴയ യാത്ര വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സർ, ഒരു ടിക്കറ്റ് എക്സ്ട്രാ സാമിക്ക്. സർ. സിയ കേട്ടോ, നാദിയുടെ ഹാർട്ട് ബീറ്റ്. അവള് ജീവിതത്തിലേക്ക് മടങ്ങി വരും. സിയ, എനിക്ക് ഉറപ്പുണ്ട് അവൾ ഉണരും, കണ്ണു തുറക്കും. ഡോക്ടർ ഹെൻറി എനിക്ക് പ്രോമിസ് ചെയ്തു. ഡോക്ടർ ഹെൻറി ഫെർണാണ്ടസ്, നമ്പർ 1 ന്യൂറോളജിസ്റ്റ്, ചെന്നൈ രാമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ വിസിറ്റിംഗിന് വരുന്നുണ്ട്. ഡോക്ടർ പറയട്ടെ നാദിയ ജീവിക്കൂലെന്ന്. എന്നിട്ട് മതി ദയാവധം. ഒരേ സൗപർണിക, ഒരേ ഫസ്റ്റ് ക്ലാസ് AC, ഒരേ കൂപ്പ, ഒരേ പാസഞ്ചേഴ്സ്, ഇത് എക്സ്ട്രാ. അമ്മച്ചാണ് അന്നത്തെ പോലെ ഇന്നൊരു കൊല നടക്കും, അത് ഉറപ്പ് തന്നെ. പോളിഗ്രാഫ് അതെന്നെ ടെസ്റ്റ് സാർ. അമ്മച്ചാണ് ഇങ്ങനെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അന്ന് കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഈ ജുബ പ്ലാറ്റ്ഫോമിൽ കറങ്ങി തിരിയണ ഞാൻ കണ്ടേണ്. അമ്മണ തന്നെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തുറിച്ച് നോക്കണ, കണ്ണെടുത്താത്തുടുവാ. മറച്ചുവെച്ച പല രഹസ്യങ്ങളും ഏറ്റുപറയേണ്ടത് ഈ കുടിസുമുറിയിലിരുന്നല്ല. സാർ, ഞാൻ സാർ കാപ്പി കുടിക്കാൻ പ്ലാറ്റ്ഫോമിൽ പോയപ്പോ ഈ ജുബ്ബ സീതാരാമൻ, കഥയെന്ന് പറയുന്നത് തന്നെ ഒരു നുണയാണ്. അപ്പൊ കഥാകാരൻ നുണയൻ. മിസ്റ്റർ അലക്സാണ്ടർ, അന്ന് നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞു. ആ കൊലപാതകത്തിന് നാദിയ ഐ വിറ്റ്നസ് ആയി, അല്ലേ? അത് 2 അക്ഷരം ഒരു മറുപടിയല്ല. ഇന്ന് വേണ്ട, നാളെ പറഞ്ഞാ മതി. എല്ലാരും കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഉസ്താദ്. ഗുഡ് നൈറ്റ്. എന്നാ പിന്നെ ചീട്ടെടുത്താ ഇടണോന്നാ വേണ്ടെന്നാ? ഓ അല്ല, ഇന്നത്തേക്കും കൂടെ കളിക്കാലോ. നാളെ എല്ലാരും ചീട്ടുകളി കീറയല്ലേ. അജയ്, ഇനിയെങ്കിലും നീ ഞങ്ങളോട് സത്യം പറയും. നീ അന്ന് ട്രെയിനിൽ തിരിച്ചു കയറിയോ? കയറുക മാത്രമല്ല, അവളെ കുത്തിക്കൊന്നത് ഞാനാ. എന്താ വിശ്വാസം വരുന്നില്ല ആർക്കും? അവൻ തെളിയിക്കാൻ പോലെ ഫിഡൽ കാസ്ട്രോ. നമ്മളിപ്പോ അവരുടെ കസ്റ്റഡിയിലാ, നീ അത് മറക്കണ്ട. ഇവ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും. ഓ ഗോഡ്. ഇപ്പൊ വിളിച്ച ഗോഡ് കേൾക്കില്ല. ദൈവത്തെ വിളിച്ച് കരയേണ്ടത് നിങ്ങളല്ല. ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ നൽകി നിങ്ങൾക്കൊക്കെ മെഡിക്കൽ സീറ്റ് സമ്പാദിച്ചു തന്ന പാവം അച്ഛനമ്മമാരാണ്. 4 ഡോക്ടേഴ്സിനല്ല, 4 ക്രിമിനൽസിനാണ് അവർ ജന്മം നൽകിയത്. സർജിക്കൽ ബ്ലേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്ന ഡെവിൾസ്. നിന്റെയൊക്കെ റിയൽ ഫേസ് നാളെ ലോകം അറിയും. അപ്പോഴാണ് ഈശ്വരനെ വിളിക്കേണ്ടത്. അതുവരെ സൈലൻസ് ആൻഡ് ഗോ ടു സ്ലീപ്. ഇല്ല, ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരെ ഈ അപവാദമൊക്കെ പറഞ്ഞു വരുത്തണേ? മാഷേ, തലയിൽ മരുന്ന് കയറ്റിയ എല്ലാം കിളി പറയണ പോലെ പറഞ്ഞു പോത്രേ. നാറ്റക്കേസ് ആവോ? ശവക്കുഴി തുറന്നാലേ നാറ്റ അടിക്കും. 2 ഇണക്കുരുവികളെ പിരിച്ച ദുഷ്ടയാ ഞാൻ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. കൊലക്കുറ്റ തലയില്. ആരാ നാദിയെ കൊന്നത്? ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോ എക്സ്പേർട്സിന്റെ മുന്നിലേക്കാ നിന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നത്. നിന്നെ ഈ ഉറക്കത്തിൽ നിന്ന് അവരുണർത്തും. നീ പഴയതുപോലെ സംസാരിക്കും, അല്ലേ ടീച്ചർ? എനിക്ക് ഉറപ്പില്ല. ലക്ഷങ്ങളാണ് ചെലവ്, അത് ഓർമ്മ വേണം കുട്ടിക്ക്. ദാനം കിട്ടിയ സൗഭാഗ്യം വാരിക്കോരി ചെലവാക്കുന്നത് എത്ര കാലം വെച്ചാ കണ്ടിരിക്കുക. നിധി കാക്കുന്ന എല്ലാ ഭൂതങ്ങൾക്കും ഉണ്ടാവും ഈ ടെൻഷൻ. അത് നാളെ അവസാനിക്കും.
ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. നാദിയായി ഇങ്ങനെ ആക്കിയവര് ഈ ട്രെയിനിലുണ്ട്, നമുക്കൊപ്പമുണ്ട്. കൊലയാളിയുടെ ഇടവും വലവും ഞങ്ങളുമുണ്ട്. ലക്ഷ്മൺ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട്. അത് പോരെ ടീച്ചർ? നാദിറയായിരുന്നു. ഒരു അപകടം എനിക്ക് ഫീൽ ചെയ്തു. എന്തപകടം? ഈ രാത്രി ഈ കോച്ചില് നിങ്ങൾ അറിയാതെ ഒരു കാറ്റുപോലും വീശില്ലല്ലോ. യെസ്. റാക്ടന് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോളിഗ്രാഫ് ടെസ്റ്റ് വരെ പോണോ? വേണ്ട. പക്ഷെ ഓരോ അന്വേഷണവും കുറ്റമറ്റതായിരിക്കണം. ആ വാശി എനിക്കുമുണ്ട്. അന്വേഷണം അവസാനിക്കുമ്പോ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാതിരിക്കരുത്. നാദിയ ആ രാത്രി 113 മിനിറ്റ് ഫോണിൽ സംസാരിച്ചു. പക്ഷെ അത് ആദിലക്ഷ്മി ടീച്ചറോടല്ല, നാദിറയോടാണ്. അപ്പോ ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റ് ആണെന്ന കാര്യം നാദിയ നാദിറയോട് പറഞ്ഞിരുന്നു. അതുപോലെ അന്ന് വെളുപ്പിന് 3:30 ഒരു കാർ മുദ്രാപീഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. നിശ്ചയത്തിന്റെ തിരക്കിൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു കാർ, ബ്രൈറ്റ് റെഡ് ആൾട്ടോ. ആ കാർ ഓടിച്ചിരുന്നത് നാദിറ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ആര് പറഞ്ഞു ഈ കള്ളം? ലക്ഷ്മൺ, കേൾക്കണോ? മുദ്രാപീഠത്തില് അന്ന് നാദിറയുടെ നിശ്ചയത്തിന്റെ തിരക്കായിരുന്നു. വെളുപ്പിന് 3:30 മണിക്ക് ഓൾട്ടോ കാർ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. ലക്ഷ്മി ചേച്ചി ചെറുവത്തൂർ അമ്പലത്തില് വാകച്ചാർത്തിന് പോവുകയാണെന്നാ ഞാൻ കരുതിയത്. നാദിയെ വിളിക്കാൻ പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ ഞാൻ ശരിക്കും കണ്ടത്. കാറില് ഒരു ഹെഡ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു അത്? നാദിറ. ലക്ഷ്മൺ, അവൻ നുണയനാ. ഇപ്പൊ നുണ പറയുന്നത് ലക്ഷ്മണനല്ല, നീയാണ്. നാദിയെ വിളിച്ചു കൊണ്ടുവരാൻ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് നാദിറ കാർ ഓടിച്ചു പോയി. ബ്രൈറ്റ് റെഡ് ആൾട്ടോ. കാട്ടിക്കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത നാദിയയുടെ ഗൺ, പാസ്പോർട്ട്, ID കാർഡിന്റെ ഒപ്പം കത്രിക കൊണ്ട് നെടുനീള കീറിയ ഒരു കറുത്ത പർദ്ദയും കിട്ടി ഞങ്ങൾക്ക്. ആ പർദ്ദ ആരുടേതാണ്? എനിക്കറിയില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, 13-ാം തീയതി കറുത്തവാവിന്റെ മറവിൽ കൊലയാളി വളരെ വിദഗ്ധമായി ട്രെയിനിൽ കയറി കൃത്യം നടത്തി മുദ്രാപീഠത്തിലേക്ക് തിരിച്ചുപോയി. ആൻഡ് യു ആർ ദ കില്ലർ, ദ ലോൺലി കില്ലർ. സത്യം അതാണ്. ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിന്റെ ഈ ആക്ടിംഗ് ഇന്നസെന്റ്. കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയോട് ഷറഫുദ്ദീൻ ഇങ്ങനെയല്ല സംസാരിക്കുക. കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല നിന്റെ മുന്നിൽ. അതെ, ഞാൻ അവളെ കൊന്നു. എന്തിനു വേണ്ടി? അതാണ് എനിക്കറിയേണ്ടത്. മുദ്രാപീഠത്തെ രക്ഷിക്കാൻ വേണ്ടി. ഒരിക്കലും അതിന്റെ അവകാശി നാദിയാകാൻ പാടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഞാൻ സിയയുടെ കൂടെ പോവും. അപ്പോ അവൾ ആ മുദ്രാപീഠം ആർക്ക് വേണമെങ്കിലും കിട്ടിയ വിലക്ക് വിറ്റ് തൊലയ്ക്കും. എനിക്ക് ഉറപ്പാ. 113 മിനിറ്റ് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത് ഇതാണോ? അതെ. ഇത് മാത്രമാണോ? അതെ. അവള് ചെന്നൈയിൽ ഒരു ഏജന്റുമായിട്ട് ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചതായിരുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നവളാ നാദിയ. ജാനകിയുടെ സ്വപ്നമായിരുന്നു മുദ്രാപീഠം. അത് അവള് വിറ്റ് തൊലിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അവളല്ലേ അതിന്റെ അവകാശി. അവൾക്ക് അതിനുള്ള അധികാരമുണ്ട്. നാദിയെ കൊല്ലുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അപ്പ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവള് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ കൊന്നു. ഞാൻ എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി നാദിറയല്ല, നാദിയ. ഒരിക്കലും ഉന്നം തെറ്റാത്ത ഷാർപ്പ് ഷൂട്ടർ നാദിയ മേത്തർ.
കുത്തേറ്റ് കോമയിൽ കിടക്കുന്നത് ഡാൻസർ നാദിറ. യു ആർ സ്റ്റിൽ അണ്ടർ എ മാസ്ക്. ഇരട്ട ക്രിമിനലുകളായ ഖ്രേ ബ്രദേഴ്സിന്റെ ജീവചരിത്രം മനഃപ്പാഠമാക്കിയ പെൺകുട്ടി. സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സൗപർണിക എക്സ്പ്രസിന്റെ ഇനോഗ്രൽ ട്രിപ്പിൽ ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തവളും അവൾ തന്നെ. ഞാനെന്ന വാക്കിന് അപ്പോ അർത്ഥം നാദിറ എന്നല്ല, നാദിയ. യെസ്, അന്ന് സൗപർണിക എക്സ്പ്രസിൽ സംഭവിച്ചത് സൈലന്റ് ഇംപേഴ്സണേഷൻ. അല്ലെന്ന് വാദിക്കാം, പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്നത് നാദിറയല്ലെന്ന് നാദിയ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. Your body is your enemy. Yes, ഇതിനു മുമ്പും ചോരത്തുള്ളികൾ നിന്നെ ചതിച്ചിട്ടുണ്ട്. ആദ്യം സൗപർണിക എക്സ്പ്രസിന്റെ ബി കൂപ്പെ എന്ന കൊലയറയ്ക്കുള്ളിൽ നാദിയയുടെതെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് നീ ഒഴുക്കിയ നാദിറയുടെ ബി പോസിറ്റീവ് രക്തം. പാസ്പോർട്ടിന്റെ കോപ്പിയിൽ നിന്ന് നാദിയയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞു. എ ബിയെ ചതിച്ചു. ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ബി പോസിറ്റീവുകാരി നാദി സിസ്റ്റേഴ്സിൽ ആരാണെന്ന് ആ ചോരത്തുള്ളികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിലെ ശരിയായ രാക്ഷസിയുടെ മുഖവും അവളുടെ ചോര കുടിക്കുന്ന ദംഷ്ട്രകളും ഞാൻ കണ്ടു. ഷൂട്ടർ നാദിയെ ഡാൻസർ നാദിറയിൽ നിന്ന് വേർതിരിച്ചറിയുന്ന മറ്റൊരു മാർക്ക് 18.8 നിക്കൽ ക്രോമിയം ഡെന്റൽ ബാൻഡ്. ഈ കേസിന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ടിപ്പും ഇതായിരുന്നു. പെർഫെക്റ്റ് മർഡർ ആക്കാൻ നാദിറയുടെ ഡെന്റൽ ക്ലിപ്പ് വലിച്ചു പറിച്ചെടുത്ത് ഒരു ഡെന്റൽ സർജറി നടത്തി നീ. പക്ഷെ കൃത്യം നടത്തി ഇറങ്ങിപ്പോയപ്പോ നീ അറിയാതെ ഈശ്വരൻ ഇത് ഒളിപ്പിച്ചു വെച്ചു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് ക്രൈം സ്പോട്ടിൽ നിന്ന് മയിൽ വാഹനത്തിന് ഇത് പിക്ക് ചെയ്യാൻ സാധിച്ചത്. മുദ്രാപീഠത്തിലെത്തിയ ഉടനെ നാദിറയുടെ കൈവശമുണ്ടായിരുന്ന സ്പെയർ ഡെന്റൽ ബാൻഡ് എടുത്തണിഞ്ഞ് നാദിറയുടെ നിഷ്കളങ്കമായ മുഖഭാവത്തിന് പിന്നിൽ നാദിയ വളരെ സേഫായി ഒളിച്ചു.